എഴുത്തുകാരി തസ്ലിമ നസ്രീൻ കൊൽക്കത്തയിൽ തിരിച്ചെത്തി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് തസ്ലിമ കൊൽക്കത്തയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 1 നടക്കുന്ന പൊതുപരിപാടിയിൽ തസ്ലിമ പങ്കെടുക്കും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, ഈ ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലിമ നസ്രീനെതിരെ ഫത്വ പുറപ്പെടുവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്ലാമിസ്റ്റുകളെ ഭയന്ന് കൊൽക്കത്തയിൽ, പശ്ചിമ ബംഗാളിൽ തസ്ലിമയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിലെ കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറിയിരിക്കുകയാണ്, ഭരണമാറ്റം വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിലല്ലേ തസ്ലിമയുടെ തിരിച്ചുവരവ്? നിലിമ, തീവ്ര ഇസ്ലാമിക നിലപാടുകൾക്കെതിരെ എഴുതിയതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്നും നാടുകടത്തപ്പെട്ട എഴുത്തുകാരിയാണ് ഈ തസ്ലിമ നസ്രീൻ. നീണ്ട 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ കൊൽക്കത്തയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും നോക്കിക്കാണേണ്ടത്. 2007 കൊൽക്കത്തയിൽ തസ്ലിമ നസ്രീനെ നടന്ന ക്രൂരമായ ആക്രമണമായിരുന്നു. അതായത് ആൾക്കൂട്ട ആക്രമണമായിരുന്നു ഇവർക്ക് നേരെ അഴിച്ചുവിട്ടിരുന്നത്. ജമയത്തുൽ ഉലുമ എ ഹിന്ദ് എന്നുള്ള സംഘടനയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇപ്പോഴും ഈ സംഘടന അടക്കം ഇവർക്കെതിരെ രംഗത്തുണ്ട്. അതായത് 2 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇവർ ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും വലിയ എതിർപ്പുകൾ തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ഏതായാലും നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരാധകരും അനുഭാവികളും ചേർന്നവരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. 2007 ദിഖണ്ഡിതോ എന്നുള്ള ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഉയർന്ന കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്നാണ് തസ്ലിമയ്ക്ക് കൊൽക്കത്ത വിടേണ്ടി വന്നത്. 1-ാം തീയതി നടക്കാനിരിക്കുന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് അവർ വീണ്ടും കൊൽക്കത്തയിലെ സാംസ്കാരിക വേദിയിലേക്ക് സജീവമായി തിരിച്ചെത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിമാനത്താവളത്തിൽ വെച്ച് തസ്ലിമ പ്രതികരിച്ചു. ഓക്കെ നന്ദഗോപൻ, അങ്ങനെ തസ്ലിമ നസ്രീൻ ഒരിക്കൽ കൂടി കൊൽക്കത്തയിലേക്ക് എത്തുകയാണ്. കൊൽക്കത്തയിലെ സാംസ്കാരിക പരിപാടികളിലെ ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്ന തസ്ലിമ ഒരിക്കൽ കൂടി സജീവമാവുകയാണ്. അവിടെ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭയന്നുകൊണ്ടാണ് അവർ ഇത്രയും കാലം, ഏതാണ്ട് 2 പതിറ്റാണ്ടോളം കൊൽക്കത്തയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി ആ സാംസ്കാരിക വേദികളിലെല്ലാം സ്ഥിര സാന്നിധ്യമായി തസ്ലിമ നസ്രീൻ ഉണ്ടാകും.